അപ്പോൾ പിന്നെ മഅറൂഫും മുൻകറും ആയത് എന്ന് പറഞ്ഞാൽ പൂർവകാല പ്രവാചക മഹത്തുക്കളുടെ പ്രബോധനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചിരപരിചിതമായ ഒരു സന്ദേശത്തിന്റെ പരിസമാപ്തിക ദൂത് നിർവഹിക്കപ്പെടുകയാണ് എന്നാണ് ശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. അത് മഅറൂഫായ, നിങ്ങൾക്ക് ചിരപരിചിതമായിരുന്ന ആശയങ്ങൾ, നിങ്ങൾക്ക് ചിരപരിചിതനായ ഒരാൾ വരുന്നു. മുൻകറായ, നിങ്ങൾ തള്ളിക്കളയണമെന്ന് നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ തള്ളിക്കളയണമെന്ന് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്ന നബി വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൂർവ്വവേദങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഞാൻ കയറി വരുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, ആ വേദങ്ങൾ അപ്പടി ഇന്ന് ലബ്ധമായ രൂപത്തിൽ നമുക്കിന്ന് ലബ്ധമാണ് എന്ന് പറയാൻ വയ്യ. തൗറാത്ത് അല്ലെങ്കിൽ ഇഞ്ചീൽ ആ നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആന്റെ സാക്ഷ്യത്തെ അംഗീകരിക്കുക എന്നതിനപ്പുറം ഖുർആൻ പറഞ്ഞ തൗറാത്തിനെയും ഖുർആൻ പറഞ്ഞ ഇഞ്ചീലിനെയും അவ்விധത്തിൽ നമുക്കിന്ന് ലഭ്യമല്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എപ്പോഴാണ് അത് കൈകടത്തലുകൾക്ക് വിധേയമാക്കിയത്? ഖുർആൻ അവരെ അഹ്ലുൽ കിതാബ് എന്ന് സംബോധന ചെയ്യുമ്പോഴും യാ അഹ്ലുൽ കിതാബ്, വേദക്കാരെന്ന് സ്വയം ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരെ എന്ന് വിളിക്കുമ്പോഴും ഖുർആൻ അവരോട് ചോദിക്കുന്നത് ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാതിൽ, എന്തിനാണ് നിങ്ങൾ ശരിയും തെറ്റും കൂട്ടിക്കുഴയ്ക്കുന്നത് എന്നാണ്. ആ വിഷയം ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയാതെ പോകും. അപ്പോ ഹബീബായ തങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഉമ്മ പറയുന്നുണ്ട് നബിമാരെ സ്വപ്നം കണ്ടതിനെ പറ്റി, ഇദാ വദഅതി ശംസൽ ഫലാഹി വൽ ഹുദാ ഫസമ്മിഹി മുഹമ്മദ, കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കണമെന്ന്. പൂർവ്വകാലത്ത് മുഹമ്മദിനെ പ്രവചിച്ച പ്രവാചകന്മാർ വന്ന് ഹബീബായ തങ്ങളെ കുറിച്ച് അവിടുത്തെ സന്തോഷം പറയുകയാണ്. ജനിക്കാനിരിക്കുന്ന കുട്ടി അവിടുന്ന് സയ്യിദുൽ കൗനൈനാണ്, അവിടുന്ന് എല്ലാവരുടെയും നേതാവാണ്, അവിടുന്ന് മാതൃകാ പുരുഷനാണ്, അവിടുന്ന് ജനിച്ചാൽ ആ കുട്ടിക്ക് മുഹമ്മദ് എന്നാണ് പേര് വെക്കേണ്ടതെന്ന്. പൂർവ്വവേദങ്ങളിൽ അവിടുത്തെ പേരുകളിലൊന്ന് അഹമ്മദ് എന്നാണ്. കുട്ടി ജനിച്ചപ്പോൾ ഹബീബായ തങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കൽ വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പാടുന്ന ഒരു താരാട്ടുഗീതം മഹാന്മാരായ ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ വരി കാണാം, സ്വർഗ്ഗരമ്യങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള പൂർവ്വവേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അഹ്മദ് എന്ന് പേരുള്ള വ്യക്തിത്വമാണ് അങ്ങ് എന്ന് കുട്ടിയെ കയ്യിൽ പിടിച്ച് പറയുകയാണ്. ആ കുട്ടിയെ കയ്യിൽ പിടിച്ച് അഹ്മദ് എന്ന പൂർവ്വവേദങ്ങളിൽ പ്രവചിക്കപ്പെട്ട കുട്ടിയാണ് അങ്ങ് എന്ന് പറയുന്ന അതേ വ്യക്തിത്വം അവിടത്തേക്ക് പേര് വെക്കുന്നത് മുഹമ്മദ് എന്നാണ്. അത് കേവലം യാദൃച്ഛികമല്ല. ഹംദിൽ നിന്നുള്ള എല്ലാ പേരുകളുടെയും അവകാശി അവിടുന്നാണ് എന്നൊരു അറിയിക്കൽ കൂടി അതിലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രൈസ്തവരും ജൂതരും ഇപ്പോൾ അതിനെ കനീസ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അതിനെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് വിളിക്കുകയാണ്. അതിന്റെ മഹത്വം നമുക്ക് വളരെ വലുതാണ്. സാധാരണഗതിയിലുള്ള പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലമാണെന്ന് പറഞ്ഞ് പ്രത്യേകം യാത്ര പോകൽ അങ്ങോട്ട് പുണ്യകരമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തെ അത് അല്ലാഹുവിന്റെ ഹറമെന്നും മുത്തരക്തങ്ങളുടെ പരിശുദ്ധമായ മദീനയെ അവിടുത്തെ ഹറമെന്നും പറയുമ്പോൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ മുഅ്മിനീങ്ങളുടെ ഹറം എന്ന് നമ്മൾ മസ്ജിദുൽ അഖ്സയെ പരിചയപ്പെടുത്താറുണ്ട്. അത് അതിനോടുള്ള സ്നേഹവും ബഹുമാനവുമാണ്. അങ്ങനെ പരിചയപ്പെടുത്തി അതിന്റെ മഹത്വത്തെ ഉയർത്തുന്ന ആ പ്രവാചക പ്രഭുവിനെ കുറിച്ച് അവിടെ പറഞ്ഞത് ഈ പ്രദേശത്ത് ശാലോം സ്ഥാപിക്കുമെന്നാണ്. ശാലോം എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുണ്ട്. സമാധാനം എന്നാണ് ബൈബിളിൽ അതിന് പരിഭാഷ കൊടുത്തിട്ടുള്ളത്. ഹീബ്രു ടു അറബിക് ഡിക്ഷണറി പരിശോധിക്കുക. ശാലോം എന്ന വാക്കിന് 2 അർത്ഥമാണ് അറബിയിൽ കൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന് സലാം എന്നാണ്, രണ്ടാമത്തത് ഇസ്ലാം എന്നാണ്. ഹീബ്രു ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പ്രവാചകൻ ഇവിടെ ഇസ്ലാം സ്ഥാപിക്കുമെന്ന് പറയാൻ സ്വന്തം ഭാഷയാണ് മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഇസ്ലാം എന്നതിനും സലാം എന്നതിനും ഹീബ്രുവിൽ എന്ത് പദം ഉപയോഗിക്കുമെന്ന് പരിചരിക്കുന്നുണ്ട്. ഒറ്റ പദം ഷാലോം. ഭൂപമക്കുസാദേത്തെയും ഷാലോം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്ലാം എന്ന മതത്തെ സ്ഥാപിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് കേവലം സമാധാനമായിരുന്നുവെങ്കിൽ ഭൗതികാർത്ഥത്തിൽ വിവക്ഷിക്കപ്പെടേണ്ട ഒരു പീസ്
അർത്ഥം കൊണ്ട് ഉപയോഗിക്കുന്ന മീനിങ് ആണ് അവിടെ ഉദ്ദേശിച്ചതെങ്കിൽ, നൂറ്റാണ്ടുകളായി ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന ആ മണ്ണും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയും എന്താണ് സമാധാനം എന്നറിയാത്ത അവസ്ഥയാണുള്ളത് എന്ന ചരിത്രപരമായ വസ്തുതയോട് നമുക്ക് ജനം വിട്ടരുത്. അന്നും ഇന്നും അവിടെയുള്ള ആളുകൾ ഭൗതികാർത്ഥത്തിൽ വിവക്ഷിക്കാവുന്ന സമാധാനം അനുഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. രക്തരൂക്ഷമായ വിപ്ലവങ്ങളുടെ ഭൂമികയായി എല്ലാ കാലത്തും മാറിയിട്ടുണ്ട്. എല്ലാ കാലത്തെയും രാഷ്ട്രീയത്തെയും ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയും നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയായി ബാറക്കനാ ഹൗല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ ദേശത്തിന്റെ പ്രത്യേകത കാരണം എല്ലാ കാലത്തും അവിടെ രാഷ്ട്രീയ സംഘർഷങ്ങളും നയതന്ത്ര ബലാബലങ്ങളും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, യേശുവിന്റെ തന്നെ ശിഷ്യന്മാരിലേക്ക് നോക്കുക. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ എന്ന് പറയാവുന്ന കെഫ എന്ന് ബൈബിൾ വിളിച്ചിട്ടുള്ള കെഫ എന്ന പദത്തിൽ നിന്നാണ് മുസ്തഫ വരുന്നത് എന്നത് വേറെ വിശദമായി പറയുന്ന ഒരു സംഗതിയാണ്. കെഫാവിന് പുറത്താണ് ഞാൻ എന്റെ ഈ വ്യവസ്ഥിതിയെ സ്ഥാപിക്കുന്നത് എന്ന് യേശുക്രിസ്തു പറയുന്ന ഒരു വാക്യമുണ്ട് ബൈബിളിൽ. അതിന്റെ അർത്ഥം പത്രോസെ നീ പാറയാകുന്നു എന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും പത്രോസാകുന്ന പാറയുടെ മുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ സഭയാണ് എന്ന് വിശദീകരിക്കപ്പെടുകയും ചെയ്യാറുണ്ടെങ്കിലും പത്രോസിന്റെ പാറയിൽ നിന്ന് നീങ്ങി പൗലോസാകുന്ന പാറയിൽ നിർമ്മിക്കപ്പെട്ട ആധുനിക ക്രൈസ്തവതയാണ് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. അവിടെ ഉപയോഗിച്ചിട്ടുള്ള കെഫാവ് എന്ന് പറയുന്ന പദത്തിന്റെ അസില് നോക്കിയാൽ അത് മുസ്തഫ ആകുന്നു. മുസ്തഫയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചാണല്ലോ പരാമർശിച്ചിട്ടുള്ളത് എന്ന് അത് ബെഞ്ചമിൻ കിൽദാനിയുടെ മുഹമ്മദൻ ബൈബിൾ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരികയും അബ്ദുൽ അഹദ് ദാവൂദ് എന്ന പേരിൽ സന്തോഷത്തോടുകൂടി ഈ പരിശുദ്ധമായ ദീനിന്റെ ആളായി തീരുകയും ചെയ്തിരുന്ന ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ പത്രോസ്, യേശുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ പത്രോസ്, യേശുവിനെ ഒറ്റുകൊടുക്കപ്പെടുമെന്ന് ബൈബിളിൽ പരാമർശിക്കുന്ന ഒരു സംഭവത്തിൽ ഒരു രാവിലെ നേരം കൊടുക്കുന്നതിന് മുമ്പ്, കോഴി കൂകുന്നതിന് മുമ്പ് 3 തവണ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തു എന്ന് പറയപ്പെടുന്ന പത്രോസ്. ആ പത്രോസിന്റെ മരണം റോമിൽ വെച്ച് തല കീഴായി കുരിശിൽ തറച്ച് ശത്രുക്കൾ കൊല്ലുകയായിരുന്നു. അദ്ദേഹം അനുഭവിച്ച ഭൗതികാർത്ഥത്തിലുള്ള സമാധാനമാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? അന്ത്രയാസ് എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യൻ റഷ്യയിലെ ചീത്തിയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. ശത്രുക്കൾ അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല്ലുകയാണ് ചെയ്തത്. യേശു സ്നേഹിച്ച ശിഷ്യനെന്നും യേശുവിന്റെ സഹോദരനെന്നും അറിയപ്പെട്ടുള്ള യാക്കോബ് ക്രിസ്തു മതത്തിലെ അല്ലെങ്കിൽ ക്രൈസ്തവ ശിഷ്യൻ, ക്രിസ്തു ശിഷ്യന്മാരിലെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഫിലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യൻ ഹിരോപോളിസിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിച്ചടിച്ചടിച്ച് ജീവൻ പോകുന്ന അവസ്ഥയെത്തി ചോര വാർന്ന അവസ്ഥയിൽ കുരിശിൽ തറച്ച് മരണം ഉറപ്പാകുന്നത് വരെ അദ്ദേഹത്തെ കുരിശിൽ തറച്ചിടുകയാണ് ചെയ്തത്. ബർത്തലോമിയ എന്ന് പറയുന്ന ശിഷ്യൻ ദാരുണമായ പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി അദ്ദേഹത്തിന്റെ തൊലി ഒഴിച്ച് കളഞ്ഞ് രക്തം വാർന്നൊലിക്കുന്ന ആ ശരീരത്തിൽ കുരിശിൽ തറച്ചാണ് അദ്ദേഹത്തെ കൊന്നത്. മത്തായി ബൈബിളിലെ ഒരു ഗ്രന്ഥത്തിന്റെ രചയിതാവാണെന്ന് വിശ്വസിക്കുന്ന മത്തായി അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ട് വേഗം ജീവൻ പോകാൻ വേണ്ടി അടിയിൽ തീയിട്ട് തീ കൊളുത്തിക്കൊള്ളുകയാണ് ചെയ്തത്. ശിമയോൻ സിറിയയിൽ വെച്ച് ഷാമിൽ വെച്ച് വാളുകൊണ്ട് അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. യൂദ കുരിശിൽ കെട്ടിത്തൂക്കി നിർത്തിയിട്ട് അദ്ദേഹം വേഗം മരിക്കാൻ വേണ്ടി അമ്പെയ്ത് കൊള്ളുകയാണ് ചെയ്തത്. യൂദ ഇസ്കരിയോത്ത എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്തു എന്ന് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന യൂദ ഇസ്കരിയോത്ത അദ്ദേഹം വിഷാദം കൊണ്ട് താൻ ചെയ്തു പോയ തെറ്റുകൊണ്ട് അദ്ദേഹം വിഷാദത്താൽ സ്വന്തം കെട്ടി തൂങ്ങിയിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വെയിറ്റ് കാരണം വീണ് താഴെ വീണ് തല കീഴായി വീണ് തലയിൽ കഴുത്തിലൊടിഞ്ഞ് അദ്ദേഹത്തിന് എഴുന്നേറ്റ് പോകാൻ കഴിയാത്ത വിധം നിലത്ത് കിടന്ന് വയറ് പിളർന്നോ അവിടെ കിടന്ന് ചിഞ്ഞു നാറിയാണ് മരിച്ചത് എന്ന് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 5-ലും അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 18-ാം വചനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേവലം ഭൗതികാർത്ഥത്തിലുള്ള സമാധാനമാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് പോലും അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ വാക്യം മാത്രം പറഞ്ഞു ചുരുക്കുക. നമ്മളൊരു മീലാദിന്റെ സന്ദർഭത്തിലാണ്. 1500-ാമത് വാർഷികം ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുകയാണ് നമ്മൾ. എല്ലാ നബിമാരിറങ്ങുമ്പോഴും ആ നബിമാരൊക്കെ വരാനിരിക്കുന്ന നബിയെ കുറിച്ച് സന്തോഷം പറഞ്ഞാണ്. മസീഹ് ദജ്ജാലിനെ കുറിച്ച് എല്ലാ നബിമാരും താക്കീത് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ ആഗമനത്തിൽ സന്തോഷിച്ച് മാലാഖമാർ ഒരു പാട്ട് പാടിയതിനെ ലൂക്കോസ് സുവിശേഷം ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ തെറ്റായ പരിഭാഷ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 നമ്മുടെ നാട്ടിലൊക്കെ
ആഘോഷിക്കപ്പെടുന്നത്. പൗരസ്ത്യ സഭകളിൽ അത് ജനുവരി 6-നാണ്. രണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഇസ്രായേലിന്റെ കാലാവസ്ഥയും ബൈബിളിലെ പ്രയോഗവും ചേർത്ത് വെക്കുമ്പോൾ മനസ്സിലാവുക. മഞ്ഞ് പെയ്യുന്ന ഒരു രാത്രിയിലാണ് യേശുവിന്റെ ജനനം. യേശുവിന്റെ ജനന സമയത്ത് മഞ്ഞ് പെയ്യുന്നത് കാരണം ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പ്രത്യേക ബൈബിൾ പറയുന്നുണ്ട്. അത് തീർത്തും കാലാവസ്ഥാ പഠനങ്ങൾ, പൂർവ്വകാലത്തെ കുറിച്ചുള്ള കാലാവസ്ഥാ പഠനങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ലഭ്യമായിട്ടുള്ള രേഖകൾ പരിശോധിച്ചാൽ ആകാശത്ത് മാഘിമാർ കണ്ട നക്ഷത്രം യേശുക്രിസ്തു ജനിക്കുന്ന രാത്രിയിൽ ദൂരദേശത്ത് നിന്ന് അങ്ങോട്ട് വന്ന വിശുദ്ധന്മാർ ഒരു നക്ഷത്രം കണ്ടുവെന്നും മാലാഖമാർ പാട്ടുപാടുന്ന ആട്ടിരിയന്മാർ കേട്ടുവെന്നും ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. ആ പറയുന്ന ഭാഗം പറയുന്ന കാലാവസ്ഥ മിക്കവാറും ഒക്ടോബറിലായിരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ നിഗമനം, എന്റേതല്ല. അതെന്തോ ആവട്ടെ, അവിടെ ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് മലയാളത്തിലേക്ക് നമ്മൾ കേട്ട് പരിചയമുള്ളത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സാധാരണ ഈ മതസൗഹാർദ്ദ സദസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഇത് പഠിക്കരുത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അവിടെ ഗ്രീക്ക് ഭാഷയിലാണ് ലൂക്കോസ് സുവിശേഷം എഴുതിയത്. ഗ്രീക്ക് ഭാഷയിൽ ആ വാക്യങ്ങൾ എടുത്ത് വിശദമായി പഠനം നടത്തേണ്ടതാണ്. 2 വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു വാക്ക് യുഡോക്കിയ ആണ്. യുഡോക്കിയ എന്നതിൻ്റെ അറബിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം അഹ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് എന്നാണ്. മറ്റൊരു വാക്ക് എയ്റിനി എന്നാണ്. എയ്റിനി എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ ഷാലോം എന്നും സുരിയാനിയിൽ ഇസ്ലാമോ എന്നും അറബിയിൽ ഇസ്ലാം എന്നും ഉപയോഗിക്കുന്നതിൻ്റെ പദമാണ്. അപ്പൊ അവിടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നല്ല. യേശുക്രിസ്തു ജനിച്ച രാവിൽ മാഘിമാർ കേട്ട പാട്ടിൽ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ അല്ലാഹുവിന് മഹത്വം, ഭൂമിയിൽ ഇസ്ലാമിനും മുഹമ്മദ് നബിക്കും അഭിനന്ദനങ്ങൾ, ആശംസകളെല്ലാം ആ ആശംസ അർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി.